പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. ശനി ഞായർ ദിവസങ്ങളിലായാണ് തിരുനാളിന്റെ പ്രധാന ആഘോഷങ്ങൾ നടന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് ഫാദർ വിപിൻ വേരൻപിലാവിന്റെ കാർമ്മികത്വത്തിലുള്ള കുർബാനയ്ക്കു ശേഷം വിശുദ്ധന്റെ നേർച്ചയൂട്ട് വിതരണം ആരംഭിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ചയൂട്ട് ആശീർവദിച്ചതിനു ശേഷം രാവിലെ മുതൽ തുടങ്ങിയ നേർച്ചയൂട്ട് ഞായറാഴ്ച ഉച്ചവരെ ഇടതടവില്ലാതെ തുടർന്നു. അരി, അവിൽ, നേർച്ചയൂട്ട് എന്നിവ പാഴ്സലായും വിശ്വാസികൾക്ക് ലഭ്യമായിരുന്നു. ഇതിനായി ഊട്ടുശാലയ്ക്ക് സമീപം പ്രത്യേകം കൗണ്ടറുകൾ സജ്ജമാക്കിയിരുന്നു. ശതോത്തര സുവർണ ജൂബിലി പ്രമാണിച്ച് നവീകരിച്ച തീർത്ഥകേന്ദ്രം വൈകിട്ട് 5:30-ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ചു. തുടർന്ന് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ സമൂഹ ബലിയർപ്പണം നടന്നു. ഇതിനുശേഷമാണ് തിരുനാളിന്റെ ഏറ്റവും പ്രധാന ചടങ്ങുകളിലൊന്നായ കൂടുതുറക്കൽ ശുശ്രൂഷ. വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പുറത്തെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രതിഷ്ഠിച്ച ശേഷം ദേവാലയത്തിനകത്ത് വിശുദ്ധന്റെ രൂപക്കൂട് തുറന്ന് നൊവേനയർപ്പിച്ചു. ഇതോടെ തിരുനാൾ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ 101 വാദ്യകലാകാരന്മാരെ അണിനിരത്തി തിരുനടയ്ക്കൽ മേളം അരങ്ങേറി. രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള വളയെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 4:30, 5:30, 6:30, 7:30 എന്നീ സമയങ്ങളിൽ മലയാളത്തിലും 9-ന് ഇംഗ്ലീഷിലും ദിവ്യബലികൾ നടന്നു. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാർമ്മികനായി. വൈകിട്ട് 3-ന് തമിഴ് ഭാഷയിലുള്ള ബലിയർപ്പണത്തിന് ശേഷം 4-ന് നടന്ന കുർബാനയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രമുഖ ബാൻഡ്വാദ്യ സംഘങ്ങളുടെ അകമ്പടിയോടുകൂടി മെഗാ വളയെഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ OT ജോസഫ് ലിയോ, KA ജോസൺ, ജെയ്സൺ വടക്കൂട്ട്, KJ ബാബു എന്നിവർ നേതൃത്വം നൽകി.